സംസ്ഥാനത്ത് 2025 ഏറ്റവും കൂടുതൽ ലൈസൻസുകൾ റദ്ദാക്കിയത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനാണ്. സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 3305 പേരുടെ ലൈസൻസ് റദ്ദാക്കി. വാഹനാപകട മരണങ്ങൾക്ക് കാരണക്കാരായ 558 ഡ്രൈവർമാരുടെ ലൈസൻസും MVD റദ്ദാക്കിയിട്ടുണ്ട്. ആഷിൻ ഡിയോഗോയുടെ വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് ഈവനിംഗ് ആഷിൻ. ഒരു ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്ക് കൂടിയാണിത്. അത് ലൈസൻസ് റദ്ദാക്കി എന്നുള്ളത് മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്നതിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ലൈസൻസ് റദ്ദാക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് 3305 പേരുടെ ലൈസൻസ് റദ്ദാക്കി എന്നുള്ളത് അല്ലേ? ശ്രുതി, തീർച്ചയായും നിരത്തുകളിൽ മദ്യപിച്ച ശേഷം വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 2025 സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ മാത്രമാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതിൽ മാത്രം ഏതാണ്ട് 4000-ഓളം പേരാണ് ഇത്തരത്തിൽ മദ്യപിച്ച ശേഷം വാഹനം ഓടിച്ച് പിടിയിലായി ലൈസൻസ് റദ്ദാക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് മരണത്തിനിടയാക്കിയ 555-ലധികം പേരുടെ ലൈസൻസുകളും റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ആകെ മൊത്തത്തിൽ നിയമലംഘനങ്ങൾക്ക് വിധേയമായി പല കാര്യങ്ങളാൽ ഇത്തരത്തിൽ ലൈസൻസ് റദ്ദാക്കപ്പെട്ടത് 10,000-ഓളം പേരാണ് എന്നുള്ളതാണ്. ഇതിൽ തന്നെ 3000-ലധികം പേർ, അതായത് 4000-ലധികം പേർ ഇത്തരത്തിൽ മദ്യപിച്ച ശേഷം വാഹനം ഓടിച്ചതിനാണ് ഏറ്റവും കൂടുതൽ ലൈസൻസുകൾ റദ്ദാക്കുന്നതിന് ഇരയായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് 2024-2023 വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് ഏറ്റവും കൂടുതലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ വാഹനങ്ങൾ മദ്യപിച്ച ശേഷം ഓടിക്കുന്നതിന് കടുത്ത ശിക്ഷയും മോട്ടോർ വാഹന വകുപ്പ് നൽകുന്നുണ്ട്. പക്ഷേ അതൊന്നും എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ് ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ പോലീസുമായി ചേർന്നുകൊണ്ട് വലിയ തരത്തിലുള്ള പരിശോധനകൾ ശക്തമാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് നിലവിലിപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ റോഡ് സേഫ്റ്റി മന്താണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന മാസങ്ങളിലടക്കം വലിയ തരത്തിൽ അവബോധ പരിപാടികളടക്കം നൽകിക്കൊണ്ട് മദ്യപിച്ച ശേഷം വാഹനം ഓടിക്കുന്നതിൽ നിന്നും ആളുകളെ പിന്മാറ്റുന്നതിനുള്ള ശ്രമത്തിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു കണക്ക് ആശങ്കാജനകമാണ്. ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കുകയോ അല്ലെങ്കിൽ പിഴ ഈടാക്കുകയോ ചെയ്തിട്ടുള്ള ആളുകളുടേതായ 4000-ഓളം വരുന്ന ലൈസൻസുകളാണ് നിലവിലിപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. ശ്രുതി, ശരി. ആഷിൻ ഡിയോഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്.